ഹലോ, എല്ലാവർക്കും നമസ്കാരം. KLFൻ്റെ 7ാമത്തെ എഡിഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സെഷനിൽ ഇന്നിവിടെ എഴുത്തുകാരനും IRS ഓഫീസറുമായ സിബിച്ചെ മാത്യുവുമായി നടത്തുന്ന ഒരു സംഭാഷണമാണ് നടക്കാൻ പോകുന്നത്. ഫ്രം നോൺ ഫിക്ഷൻ ദ ജേർണി ഓഫ് ആൻ ഓതർ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് നോൺ ഫിക്ഷൻ എഴുതുന്ന ഒരു ബ്യൂറോക്രാറ്റായ വലിയ ഉത്തരവാദിത്തങ്ങളുള്ള ഒരാൾ ഫിക്ഷനിലേക്ക് വരുന്നതിൻ്റെ അനുഭവങ്ങളെ, നോൺ ഫിക്ഷൻ എഴുത്തിൻ്റെയും ഫിക്ഷൻ എഴുത്തിൻ്റെയും വ്യത്യസ്തങ്ങളായ അനുഭവതലങ്ങളെ ഡോക്ടർ സിബിച്ചൻ മാത്യു നമ്മളുമായി പങ്കിടുവാനാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നോൺ ഫിക്ഷൻ പുസ്തകങ്ങൾ യു ജസ്റ്റ് ഗോട്ട് ചീറ്റഡ്, വെൻ യു ദ ബോസ് ഈസ് റോങ്, മേക്കിംഗ് പീപ്പിൾ പേ പോലുള്ള നോൺ ഫിക്ഷൻ രംഗത്തെ വളരെ പ്രധാനപ്പെട്ട പല പുസ്തകങ്ങളും എഴുതുകയും പല വ്യത്യസ്ത എഡിഷനുകൾ വരികയും ചെയ്ത പുസ്തകങ്ങളാണ്. സേജിനെ പോലെ ഉള്ള പബ്ലിഷേഴ്സൊക്കെ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളൊക്കെ എഴുതിയ ഒരാൾ മലയാളത്തിൽ നോവലിലേക്കും ചെറുകഥയിലേക്കും വരുന്ന ഒരു വലിയ വ്യത്യസ്തമായ ഒരു അനുഭവം ഡോക്ടർ സിബിച്ചൻ മാത്യുവിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു IRS ഓഫീസർ അല്ലെങ്കിൽ IPS ഓഫീസർ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ സിവിൽ സർവീസ് ജോലി ചെയ്യുന്ന ഒരാൾ മലയാളം എഴുത്തിലേക്ക് വരുന്നതിൻ്റെ ചെറിയ ചില അനുഭവങ്ങൾ, ചെറിയ ചില ഓർമ്മകൾ മലയാള സാഹിത്യ ലോകത്തുണ്ട്. നമുക്കറിയാം, മലയാറ്റൂർ രാമകൃഷ്ണനെ പോലുള്ളൊരു എഴുത്തുകാരൻ മലയാളത്തിൽ ഇതേപോലെ തന്നെ ഒരു IAS ഓഫീസർ പിൽക്കാലത്ത് അല്ലെങ്കിൽ എഴുത്തിലേക്ക് വരികയും മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട എഴുത്തുകാരായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള എഴുത്തുകാരൊക്കെ ഉണ്ട്. അതേസമയം സിബിച്ചൻ മാത്യു സാർ ഈ ആദ്യം നോൺ ഫിക്ഷൻ എഴുതുകയും പിന്നീട് ഫിക്ഷനിലേക്ക് വരികയും ചെയ്തത്. സ്നേഹക്കൂട് പോലുള്ള നോവൽ അദ്ദേഹം എഴുതുന്നു. സൺഡേ മാർക്കറ്റിലെ കള്ളൻ പോലുള്ള ഒരു കഥാസമാഹാരം പ്രസിദ്ധപ്പെടുത്തുന്നു. കുറേ കാലം ഈ നോൺ ഫിക്ഷൻ എഴുതുകയും നോൺ ഫിക്ഷൻ മേഖലയിൽ എണ്ണപ്പെട്ട എഴുത്തുകാരായി മാറുകയും ധാരാളം എഡിഷനുകൾ പുറത്തു വന്ന ഇത്തരം പുസ്തകങ്ങളുടെ ഒരു എഴുത്തുകാരായി മാറിയ ശേഷം ഫിക്ഷനിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഞാൻ സിബിച്ചൻ സാറിനെ കാണുന്നത് ഈ പറഞ്ഞ ബ്യൂറോക്രാറ്റ് എന്നപ്പുറത്തേക്ക് എഴുത്തുകാരൻ എന്ന രീതിയിൽ എങ്ങനെയാണ് വ്യത്യസ്ത രണ്ട് ഭാഷകൾ, അദ്ദേഹം ഈ നോൺ ഫിക്ഷൻ എഴുതുന്ന ഇംഗ്ലീഷിലാണ്, അത് ഫിക്ഷൻ എഴുതുന്ന മലയാളത്തിലാണ്. രണ്ട് വ്യത്യസ്ത ഭാഷകൾ, രണ്ട് വ്യത്യസ്ത മീഡിയങ്ങൾ, രണ്ട് വ്യത്യസ്ത ജാനറുകളാണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ പറയുന്ന ഈ നോൺ ഫിക്ഷൻ്റെ ഒരു ജാനർ എന്നുള്ള വളരെ വ്യത്യസ്തമായ ജാനറിൽ എഴുതുന്നു. ഫിക്ഷനിലേക്ക് വരുമ്പോൾ വേറെ ഒന്നാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് ഒരു എഴുത്തുകാരൻ നില ഇത് രണ്ട് ഭാഷയും രണ്ട് വ്യത്യസ്ത പ്രമേയങ്ങളും രണ്ട് വ്യത്യസ്ത ലോകങ്ങളും സാധ്യമാകുന്നതെന്ന് പറഞ്ഞാൽ കൊള്ളാം. ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ ഓഫ് യു. ഈ നട്ടുച്ചയ്ക്ക് ഈ ചൂടത്ത് ഇതിൽ പങ്കെടുക്കാനായിട്ട് വന്നതിന് എല്ലാവർക്കും നന്ദി. ആദ്യം ഒരു കാര്യം ഞാൻ പറയട്ടെ, നമുക്കെല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട് ഒരു പുസ്തകം എഴുതണമെന്ന്, അല്ലേ? ചിലർക്ക് അത് സാധിക്കുന്നു, ചിലർക്ക് സാധിക്കുന്നില്ല. പക്ഷേ ഒരു എഴുത്തുകാരൻ എഴുതുന്ന പുസ്തകം യഥാർത്ഥത്തിൽ മറ്റുള്ളവർ എഴുതാൻ ആഗ്രഹിച്ചത് ആ എഴുത്തുകാരൻ എഴുതുന്നു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. മിക്കവാറും മലയാളം അറിയാത്തവരുണ്ടോ? എനിബഡി ഹൂ ഡസന്റ് നോ മലയാളം? ഓക്കെ. പലപ്പോഴും നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുമായിരിക്കും, ഇത് ഞാൻ പറയാനിരുന്നൊരു കാര്യമാണല്ലോ ഈ പുസ്തകം എഴുതിയ ആൾ എഴുതി വച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് റൈറ്റേഴ്സ് ആർ നോട്ട് ഡിഫറെൻറ്റ് ഫ്രം റീഡേഴ്സ്. ചില റൈറ്റേഴ്സിന് എഴുതാനുള്ള സമയമുണ്ടായിരുന്നു, സ്കില്ലുണ്ടായിരുന്നു, അതുകൊണ്ട് എഴുതി പിടിപ്പിക്കുന്നു. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ റീഡർ കാണുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് റൈറ്റർ എഴുതുന്നത്. ഇപ്പോൾ ഞാൻ പലപ്പോഴും നോൺ ഫിക്ഷൻ്റെ ക്രിട്ടിക്കായിരുന്നു. ഞാൻ MPhil PhD ഒക്കെ ചെയ്തപ്പോൾ പല പുസ്തകങ്ങളും വായിക്കുമ്പോൾ ഞാൻ കാണാറുണ്ട്, പുസ്തകങ്ങൾ വായിച്ച് പകുതിയാകുമ്പോൾ നമ്മൾ ഉറങ്ങിപ്പോവും. സോ വൈ സച്ച് റിസർച്ച് റിലേറ്റഡ് നോൺ ഫിക്ഷൻ ആളുകൾ അത്രയ്ക്ക് ഇങ്ങോട്ട് വായിക്കുന്നില്ല. അത് മിക്കതും ലൈബ്രറിയിൽ തന്നെ ഇരുന്ന് പോവുകയാണ്. പല പുസ്തകങ്ങളും, പല പ്രൊഫസേഴ്സിൻ്റെ പുസ്തകങ്ങൾ സാഡ്ലി അതെല്ലാം ലൈബ്രറിയിൽ ഇരുന്ന് പോവുകയാണ്. അപ്പോൾ then I thought I should write in a very readable form. നമുക്ക് പറയാനുള്ളത് കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുക,
അപ്പം അങ്ങനെയാണ് എൻ്റെ 3 പുസ്തകങ്ങളും. ആദ്യത്തെ പുസ്തകം അതൊരു ടാക്സേഷൻ എന്ന ഒരു ഹെഡിൽ പെടുത്താമെങ്കിലും അതൊരു ഐ ഹാവ് റിട്ടൺ ദാറ്റ് ബുക്ക് ലൈക്ക് എ സ്റ്റോറി, മേക്കിംഗ് പീപ്പിൾ പേ എന്നുള്ള ബുക്ക്. അപ്പോൾ ഞാൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും എന്നോട് തന്നെ ചോദിച്ചൊരു കാര്യമാണ്, വൈ പീപ്പിൾ പേ ടാക്സസ്, വൈ ദൈ ഡോണ്ട് പേ ടാക്സസ്. എന്തുകൊണ്ടാണ് ടാക്സ് കൊടുക്കാനായിട്ടൊരു മടി വരിക? അതെങ്ങനെയാണ് അതിനെക്കുറിച്ച് എഴുതാൻ പറ്റുക? കുറേ പുസ്തകങ്ങൾ വായിച്ച് വേണമെങ്കിൽ എഴുതാം, എനിക്ക് കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കി എഴുതാം, കുറച്ച് നമ്മുടെ ബഡ്ജറ്ററി ഡോക്യുമെൻറ്റ്സിലുള്ള ഫിഗേഴ്സ് വെച്ച് എഴുതാം. അതിനേക്കാൾ ഉപരിയായിട്ട് ആളുകളെ നേരിട്ട് കണ്ട് അവരോട് ചോദിച്ചെഴുതാം. അപ്പം ഞാൻ ഒരു എംപിരിക്കൽ സ്റ്റഡി ഒരു 2000 ടാക്സ് പേയേഴ്സിനോട് സംസാരിച്ച് അവർ ക്വസ്റ്റ്യനർ കൊടുത്ത് അവരിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്തു. പിന്നെ ഒരു 500 പേരെ, അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് സെർച്ച് ചെയ്യുക, സെർച്ച് ആൻഡ് സീഷർ പവർ ഉണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന്. അവരെ നേരിട്ട് പോയി കണ്ട് അവരിലൂടെ എന്തുകൊണ്ട് അവർ ടാക്സ് എവേഡ് ചെയ്തു, എങ്ങനെ എവേഡ് ചെയ്തു, അത് കഴിഞ്ഞ് ടാക്സ് സെർച്ച് നടന്നപ്പോൾ എന്ത് സംഭവിച്ചു, അങ്ങനെ അവരിൽ കൂടെ ഞാനൊരു കുറച്ച് റിസർച്ച് ഫൈൻഡിങ് ഉണ്ടാക്കി. അങ്ങനെയാണ് മേക്കിംഗ് പീപ്പിൾ എ ബുക്ക്. രണ്ടാമത്തെ ബുക്ക് വെൻ ദ ബോസ് ഈസ് റോങ്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ ബോസ്മാരെന്ന് പറയുന്നത് നമ്മുടെ കമ്പനികളിലോ ഓർഗനൈസേഷൻസിലോ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ എല്ലായിടത്തും നമുക്കൊരു ബോസുണ്ട്. ചിലപ്പോൾ വീട്ടിൽ നമുക്ക് ബോസുണ്ട്, അതുപോലെ ഏത് എൻറ്റിറ്റി എടുത്താലും ബോസുണ്ട്. അപ്പോൾ ബോസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആൻഡ് വി ക്യാൻ ഹാവ് സോ മെനി ലീഡർഷിപ്പ് ലിറ്ററേച്ചർ we can see in libraries and bookstores. So what I was looking at, ഒരു 50 നെഗറ്റീവ് ആട്രിബ്യൂട്ട്സ് ഓഫ് എ ലീഡർ, കുറച്ച് അനക്ഡോട്ട്സ് ഒക്കെ ആയിട്ട് കുറേ പേരെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് നിങ്ങളുടെ വൈ യു ഹേറ്റ് യുവർ ബോസ് ആൻഡ് വൈ യു ലവ് യുവർ ബോസ് നിങ്ങൾ തന്നെ പറയുക. അതിൽ നിന്ന് ഒരു 50 നെഗറ്റീവ് ആട്രിബ്യൂട്ട്സ് ഓഫ് ലീഡേഴ്സ് അതിനെ എടുത്തിട്ട് ഹൗ ടു ലേൺ ഫ്രം ദം, നോട്ട് ടു ബി ലൈക്ക് ദം. അതാണ് വെൻ ദ ബോസ് ഈസ് റോങ് എന്നുള്ള ബുക്ക്. പിന്നെ മൂന്നാമത്തെ ബുക്ക് അബൌട്ട് വൈറ്റ് കോളർ ക്രൈം. നമുക്കറിയാമല്ലോ, ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് വി ആർ ബീൻ സ്കാംഡ്. നമുക്ക് എന്ത് SMS റിപ്ലൈ കൊടുക്കണമെന്ന് അറിയില്ല, എന്ത് ഫോൺ കോൾ എടുക്കണമെന്ന് അറിയില്ല, എന്ത് ട്രാൻസാക്ഷൻ ചെയ്താലും വി ആർ സ്കെയർഡ്. ആം ഐ ഗെറ്റിംഗ് ചീറ്റഡ് ബൈ സംബഡി. ഇപ്പം ഫിനാൻഷ്യൽ ഫീൽഡിൽ, ഇൻവെസ്റ്റ്മെൻറ്റ് ഫീൽഡിൽ, അതുപോലെ തന്നെ ഹെൽത്ത് ഫീൽഡിൽ, എഡ്യൂക്കേഷൻ ഫീൽഡിൽ, എല്ലാ ഫീൽഡിലും സ്കാംസ് നടക്കുന്നുണ്ട്. അതിനെ ഒരു വിക്ടിമോളജി, വിക്ടിംസിനെ ബേസ് ചെയ്ത് എഴുതിയ ബുക്കാണ് യു ജസ്റ്റ് ഗോട്ട് ചീറ്റഡ്, അണ്ടർസ്റ്റാൻഡിങ് വൈറ്റ് കോളർ ക്രൈം. ഇങ്ങനെ 3 നോൺ ഫിക്ഷൻ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ ഐ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ദിസ്, ഐ ടേൺ ടു ഫിക്ഷൻ. അപ്പോഴാണ് മനസ്സിലായത് എന്താണ് ഞാൻ മിസ് ചെയ്തതെന്ന്. ഇപ്പം ഈ ആദ്യത്തെ നോൺ ഫിക്ഷൻ ബുക്സൊക്കെ ഇങ്ങനെ ആളുകളൊക്കെ വായിച്ച് കഴിയുമ്പോൾ ഞാൻ അവരെ വിളിച്ച് ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു ബുക്ക്, ഒരു ഫീഡ്ബാക്ക് പറ, ഒന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് എഴുത്. ഈ സ്നേഹക്കൂടെന്ന് നോവൽ എഴുതി കഴിഞ്ഞിട്ട് ആരോടും ചോദിക്കേണ്ടി വന്നിട്ടില്ല, ആളുകൾ ഇങ്ങോട്ട് ഫോൺ ചെയ്യാൻ തുടങ്ങി. സോ ഞങ്ങൾ ഇത് വെരി എക്സ്പീരിയൻഷ്യലാണ്. ഇത് വായിച്ചപ്പോൾ ഞങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ സൺഡേ മാർക്കറ്റിലേക്കുള്ള കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസാണ്. അതും സിമ്പിൾ ലൈഫ് സ്റ്റോറീസ്, ഇമാജിനേറ്റീവ്, ഫിക്ഷണൽ. അതും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടായി. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ നോൺ ഫിക്ഷനേക്കാളും സേഫ് ഫിക്ഷനാണ്. നോൺ ഫിക്ഷനെ കൂടെ നമ്മൾ എന്ത് പറഞ്ഞാലും വി ആർ ആൻസറബിൾ, വി ആർ അക്കൗണ്ടബിൾ. ഫിക്ഷനിൽ നമ്മൾ പറയുമ്പോൾ ക്യാരക്ടറാണ് പറയുന്നത്, അല്ലേ? അപ്പം ഐ ഫൗണ്ട് ഇറ്റ് വെരി വെരി മീനിങ് ഒത്തിരി തെറാപ്യൂട്ടിക് ആയിരുന്നു ഈ ഒരു നോവൽ എഴുതുന്നത്. ഇപ്പോൾ സ്നേഹക്കൂടൊന്നും നോവൽ എഴുതാൻ അധികം സമയം എടുത്തിട്ടില്ല. നോൺ ഫിക്ഷൻ എഴുതാനായിട്ട് 4-5 വർഷത്തെ റിസർച്ച് ചെയ്യേണ്ടി വന്നു. പക്ഷേ ഫിക്ഷൻ എഴുതാനായിട്ട് ഏതാനും മാസങ്ങളെ എടുത്തുള്ളൂ. അത് ചെയ്തത് കൂടുതലും എൻ്റെ മൊബൈൽ ഫോണിലാണ്. കംപ്ലീറ്റ് നോവൽ എഴുതിയത് എൻ്റെ മൊബൈൽ ഫോണിൽ മംഗ്ലീഷ് ആപ്ലിക്കേഷനിൽ കൂടെ. അത് ഏർലി മോർണിംഗിൽ അല്ലെങ്കിൽ ലേറ്റ് നൈറ്റിൽ, ട്രാവലിൽ, പുറത്ത് എയർപോർട്ടിലൊക്കെ വെയിറ്റ് ചെയ്യുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുമ്പോൾ, ജേണിയിൽ അങ്ങനെയൊക്കെ എഴുതിയ ഒരു ബുക്കാണത്. പക്ഷേ ഇറ്റ് ടേൺഡ് ഔട്ട് ടു ബി ബെസ്റ്റ് സെല്ലർ. അപ്പോൾ അതാണ് എൻ്റെ ട്രാൻസിഷൻ. സാറിപ്പോൾ ഒരു IRS ഓഫീസറൊക്കെയാണ്, ഈ പറഞ്ഞ സിവിൽ സർവീസിൻ്റെയൊക്കെ ഒരു മേഖലയിൽ നിൽക്കുന്ന ആളാണ്.
സാധാരണഗതിയിൽ ഫിക്ഷൻ എഴുതുന്ന സമയത്തൊക്കെ നമുക്ക് നമ്മുടേത് പൊളിറ്റിക്സ് ഉണ്ടാവും. എനിക്ക് സാറിൻ്റെ ഈ നോവൽ വായിച്ച സമയത്ത്, ഈ ആ സ്റ്റോറി കളക്ഷൻ വായിച്ച സമയത്ത്, സൺഡേ മാർക്കറ്റിലെ കള്ളൻ, സ്നേഹക്കൂടൊക്കെ വായിച്ച സമയത്ത് തോന്നിയത് കാര്യം, സാറിൻ്റെ പൊളിറ്റിക്സ് വളരെ സമർത്ഥമായിട്ട് നമ്മൾ ഒളിച്ചു കടത്തുക എന്ന് പറയും. നമ്മൾ പൊളിറ്റിക്സ് നമ്മൾ പറയുന്നുണ്ട്, പ്രത്യക്ഷമായിട്ട് അല്ലെങ്കിൽ പരോക്ഷമായിട്ട് ആ പൊളിറ്റിക്സ് പറയുന്നുണ്ട്. പലപ്പോഴും സഭയെ, പൊൻകുന്നത്ത് നിന്നാണ് സാറ് വരുന്നത്, പൊൻകുന്നുകാരനാണ്, ആ പേര് നമ്മളുടെ ഓർമ്മയിലെത്തിക്കുക പൊൻകുന്ന് വർക്ക് ചെയ്യുകയാണ്. പൊൻകുന്ന് വർക്ക് ചെയ്യും മലയാളം കണ്ട ഏറ്റവും വലിയ പോരാളിയായിരുന്ന എഴുത്തുകാരനാണ്. ആ പോരാളിയുടെ നാട്ടിൽ നിന്ന് വരുന്ന എഴുത്തുകാരനാണ് സിബിച്ച് സാറ്. അതുകൊണ്ടാകാം അല്ലായിരിക്കാം, എന്തായാലും ആ എഴുത്തിനകത്ത് ഒരു വലിയ സഭാവിമർശനം ഞാൻ കാണുകയുണ്ടായി. അതുപോലെ ഒരു എഴുത്തുകാരൻ, ഈ പറയുന്ന സിവിൽ സർവീസിലുള്ള ഒരാൾ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സിസ്റ്റത്തോടുള്ള വിയോജിപ്പുകൾ ആ എഴുത്തിനകത്ത് പല സമയത്തുണ്ട്. നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മൾ ഇടുന്ന വസ്ത്രം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ പറയുന്ന നമ്മളുടെ ഓരോ പ്രവൃത്തിയും ഓഡിറ്റപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ എന്ത് കഴിക്കണം, എന്ത് സംസാരിക്കണം, എങ്ങനെ ജീവിക്കണമെന്ന് നമ്മൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടമുള്ള കാലത്ത് എങ്ങനെയാണ് ഒരു സിവിൽ സർവൻറ്റ് ഇങ്ങനെ ഭയരഹിതമായിട്ട് എഴുത്തിലൂടെ തന്നെ പ്രകാശിപ്പിക്കാൻ കഴിയും? അതെന്തെല്ലാം ഒരു വലിയ ടാസ്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സാർ എങ്ങനെയാണ് അതിനെ എങ്ങനെ കാണുന്നത്? ഒരു സോഷ്യോളജിസ്റ്റ് ഉണ്ട്, മാക്സ് വെബർ പറയുന്ന ബ്യൂറോക്രസി ഇസ് ലൈക്ക് എൻ അയൺ കേജ്. ഒരു ഇരുമ്പ് കൂടാരത്തിൽ, ഒരു തടവറയിലാണ് ഒരു ഉദ്യോഗസ്ഥൻ. അപ്പോൾ അതിൻ്റെ അകത്തിരുന്ന് സംസാരിക്കുക, എഴുതുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു ഭയങ്കര ഒരു ഡേഞ്ചറസ് ആയിട്ടൊരു ലൈനാണ്. നമ്മൾ എക്സീഡ് ചെയ്താൽ നമ്മൾ താഴെ പോവും, നമ്മളെ പുറത്താക്കും. അപ്പം അറ്റ് ദ സെയിം ടൈം നമുക്ക് എന്തൊക്കെയോ പറയണമെന്നൊരു ആഗ്രഹമുണ്ട്, ഇല്ലേ? നമ്മൾ ഒറ്റയാൾ പട്ടാളം, ഒറ്റയാൾ പോരാട്ടം എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ നമ്മൾ പലപ്പോഴും സമൂഹത്തിലെ പലതും നമ്മൾ കാണുമ്പോൾ ഒന്ന് പ്രതികരിക്കണം, ഒരാഗ്രഹമുണ്ട്. പാർട്ടി ചേരാനോ പറ്റില്ല, ഒരു അസോസിയേഷൻ രൂപീകരിക്കാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കാൻ പറ്റുക? റൈറ്റിംഗ്. ഏറ്റവും വലിയ വെപ്പണാണ് പെൻ എന്ന് പറയുന്നത്, ഒപ്പം കീബോർഡ് ഏറ്റവും വലിയ വെപ്പണാണ്. നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഡൊമെയിനാണ്, ഒരു പ്ലാറ്റ്ഫോമാണ് റൈറ്റിംഗ്. അപ്പം ആ റൈറ്റിങ്ങിലെ ഏറ്റവും സേഫ് ഫിക്ഷനാണ്. ഇഫ് യു ആർ ബോൾഡ് യു ക്യാൻ റൈറ്റ് നോൺ ഫിക്ഷൻ ഓൾസോ. പക്ഷേ ഇറ്റ് ഈസ് വെരി തെറാപ്യൂട്ടിക്. പേഴ്സണലി എനിക്ക് തോന്നിയത്, പലപ്പോഴും ഞാൻ എൻ്റെ പുസ്തകങ്ങൾ പിന്നെയും എടുത്ത് വായിക്കാറുണ്ട്. അതിൻ്റെ പേജസ്, ചാപ്റ്റേഴ്സ് പിന്നെയും അത് വായിക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു ഹീലിംഗ് തോന്നുമല്ലോ, എനിക്ക് തോന്നാറുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഹെൽപ്ലെസ്നെസ് എന്ന് പറയും, നമ്മൾ ഒത്തിരി അതിന് സൈക്കോളജി പറയുന്നുണ്ട്, ലേൺഡ് ഹെൽപ്ലെസ്നെസ്. നമ്മൾ കൂടുതൽ വായിക്കും തോറും, കൂടുതൽ പഠിക്കും തോറും നമുക്ക് പ്രതികരിക്കാനുള്ള വാഞ്ച, ഒരു ഡിസയർ കൂടുതലാണ്. എപ്പോഴും നമുക്ക് എവിടെയെങ്കിലും പോയി ഫൈറ്റ് ചെയ്യാൻ തോന്നും. ആളുകളെ നമ്മൾ വി വിൽ നോട്ട് ബി സൈലൻറ്റ്. നമുക്ക് എന്തെങ്കിലും തിരിച്ചോട് പറയണം, ഇറ്റ്സ് നോട്ട് കറക്റ്റ്, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. അപ്പം കൂടുതൽ പഠിച്ച ഈ ഒരു കുഴപ്പമുണ്ട്, വി വിൽ ടെൻഡ് ടു സ്റ്റാർട്ട് ഹാവിങ് ഫൈറ്റ് വിത്ത് അതേഴ്സ്. അപ്പോൾ ഈ ഫൈറ്റിംഗ് എന്ന് പറയുന്നത് നല്ലൊരു കാര്യമല്ല, അല്ലേ? നമ്മുടെ സമാധാനം പോവുക. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊരു നല്ല എന്താ പറയുക, ഒരു ചികിത്സയാണ്, നമുക്ക് ഒരു സെൽഫ് ചികിത്സയാണ്, ട്രീറ്റ്മെൻറ്റാണ് ഈ എഴുതുക. പക്ഷേ എഴുതുമ്പം ദെൻ വി നീഡ് ടു ബി കെയർഫുൾ. ആൻഡ് വി സി ആസ് എ ബ്യൂറോക്രാറ്റ് ഐ ആം ഗവേൺഡ് ബൈ സിവിൽ സർവീസസ് കോൺട്രാക്ട് റൂൾസ്. സോ ഓരോ സെൻറ്റൻസും എഴുതി 10 തവണ ഞാനത് അഗെയിൻ വായിക്കും, അതിൻ്റെ കോണ്ടക്സ്റ്റ് നോക്കും, ഇത് മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോലും പലപ്പോഴും ഞാൻ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുമ്പോൾ ഐ ആം മോർ സ്കെയർഡ്. ഐ വിൽ ബി വെരി കെയർഫുൾ ഇൻ മൈ പോസ്റ്റ്. Nothing critical will be there, but there will be, between the lines there could be some positive criticism. But what happens, താഴെ ഇത് കമൻസ് ഇടാൻ വരുന്നവരെ അത് കംപ്ലീറ്റ് ട്വിസ്റ്റ് ചെയ്തങ്ങ് പോകും. സോ ആ ഒരു നമുക്കൊരു ഭയമുണ്ട്. അതർവൈസ് ഐ വുഡ് urge all of you to write, and we have the micro blogging platform like Facebook, Twitter, LinkedIn. നമുക്ക് അറിയാൻ പറ്റുന്ന നമുക്ക് പറയാനുള്ള യുണീക്കായിട്ടുള്ള ഐഡിയാസ് തീർച്ചയായിട്ടും നമ്മൾ ഷെയർ ചെയ്യണം മറ്റുള്ളവരുമായിട്ട്. സോ ഐ തിങ്ക് by being a blogger, being a writer, it will give you a lot of satisfaction. It is really therapeutic. അതുകൊണ്ട് ഐ തിങ്ക് everyone should write. സാറിൻ്റെ ഈ നോവലും അല്ലെങ്കിൽ കഥയൊക്കെ വായിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം, ഈ പൊതുവേ നമ്മൾ പറയാറുണ്ട്, മിക്ക എഴുത്തുകാരും ആദ്യം എഴുതുന്ന നോവൽ
അവരുടെ വലിയ ആത്മസ്പർശമുള്ള നോവലാകാറുണ്ട്. ആളുകൾ അവരവരെ കുറിച്ച് തന്നെ അവരവരുടെ അനുഭവ ലോകത്തെ കുറിച്ച് അവരനുഭവിച്ചതിനെ കുറിച്ചൊക്കെ എഴുതിക്കൊണ്ടാണ് നോവലിലേക്ക് വരാറ്. നമ്മുടെ ഭാഷയിലും അത്തരത്തിലുള്ള എത്രയോ നോവലുകളുണ്ട്. ബഷീറിൻ്റെയൊക്കെ ബാല്യകാല സഖി പോലുള്ള നോവലുകൾ നമുക്ക് തന്നെ മജീദ് തന്നെ ബഷീർ തന്നെ ഒരു പകർപ്പായിട്ട് തന്നെ തോന്നുന്ന അനുഭവമുള്ള നോവലാണല്ലോ ബാല്യകാല സഖി പോലുള്ള നോവൽ. MTയുടെ ആദ്യ നോവലൊക്കെ നോക്കുമ്പോൾ അവരുടെ ജീവൻ തന്നെയാണ് വേറെ അർത്ഥത്തിൽ അവർ വേറെ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നത്. സിബിച്ച് സാറിൻ്റെ ആദ്യ നോവൽ ഈ സ്നേഹക്കൂട് ഇങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു താൻ പിന്നിട്ട് പോകുന്ന ഒരു ലോകത്തെക്കുറിച്ചുള്ള ആ ലോകത്തേക്കുള്ള യാത്രയായിട്ടാണ് ആ നോവൽ എനിക്ക് വായിച്ചെടുക്കാൻ പറ്റിയത്. സാറിൻ്റെ വേറെ ചില കഥകളിലും ഇങ്ങനെ ഈ കടന്നു പോകുന്ന കാലത്തെ കൂട്ടുകാരുണ്ട്, പഴയ കാലത്തെ കൂട്ടുകാരികളുണ്ട്, വീട്ടിലേക്ക് കയറി വരുന്ന സുഹൃത്തുണ്ട്. അങ്ങനെയുള്ള ഈ ഓർമ്മകളുടെ ലോകം നിരന്തരമായി കടന്നു വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഓർമ്മകളെക്കുറിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഓർമ്മകളാണ് നമ്മുടെ ജീവിതത്തെ കളർഫുൾ ആക്കുന്നത്. ഓർത്ത് നോക്കൂ, കോവിഡ് കാലം നമ്മൾ പുറത്തേക്ക് യാത്ര ചെയ്ത് പോലുമില്ല അല്ലേ? ആ സമയത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു പോവർട്ടിയിലായിരുന്നു, ദാരിദ്ര്യത്തിലായിരുന്നു. എന്താ? ഐഡിയാസിൻ്റെ ദാരിദ്ര്യം. നമ്മൾ ആളുകളെ കാണുന്നില്ല. പക്ഷെ നമ്മുടെ മെമ്മറീസാണ് ശരിക്കും നമ്മുടെ ലൈഫിന് ഒരു കളർ തരുന്നത്. ഇപ്പം നമ്മളെല്ലാവരും ചിന്തിച്ച് നോക്കിയേ, നമ്മുടെ ഏറ്റവും നല്ല മെമ്മറീസ് എപ്പോഴത്തെ മെമ്മറീസാണ്? നമ്മുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് അല്ലേ? നമ്മുടെ ടീനേജ് യൂത്ത് പീരീഡിലുള്ള മെമ്മറീസ്. അത് പെയിൻഫുൾ ആകാം, ചിലപ്പോൾ സന്തോഷമുള്ളതാകാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ നോവലിൽ കൂടെ ഒരു ബയോഗ്രഫിക്കൽ ടച്ച് ഉണ്ട്. ഇറ്റ് ഈസ് ആക്ച്വലി ദ സ്റ്റോറി ഈസ് ഫിക്ഷണൽ, പക്ഷേ ദ കോണ്ടെക്സ്റ്റ്, ദ ക്യാരക്ടേഴ്സ് ആൻഡ് സം ഓഫ് ദീസ് സെറ്റിങ്സ് ഒരു റിയലാണ് ആക്ച്വലി. ഇതൊരു സ്ത്രീ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പുസ്തകമാണിത്. അതിൻ്റെ അകത്തെ ഏറ്റവും വലിയ തീം ഈ നോവലിൻ്റെ പേര് സ്നേഹക്കൂടെന്നാണ്. അപ്പോൾ സ്നേഹക്കൂടെന്ന് പറയുന്നതിൻ്റെ മീനിങ് അത് സ്റ്റാലിൻ ശ്രദ്ധിച്ചായിരുന്നോ എന്ന് ഓർമ്മയില്ല. സ്നേഹക്കൂടെന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ കൂടെ തന്നെ ഒരുമിച്ച് പോകുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? എന്താണ്? ഫ്രീഡം. ഓക്കെ. പിന്നെ സ്നേഹം നമ്മൾ എൻജോയ് ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്താ? പൊസസീവ്നെസ്. സ്നേഹക്കൂടിൻ്റെ തീം അത് തന്നെയാണ്. നല്ലോണം സ്നേഹിക്കുന്ന ഒരു കപ്പിൾ ആ സ്നേഹത്തിൻ്റെ ആ ഒരു ദാമ്പത്യത്തിൻ്റെ എല്ലാ സന്തോഷവും ഈ പൊസസീവ്നെസ് വരുമ്പോൾ പോകുന്നു. അതാണ് അതിൻ്റെ സെൻട്രൽ തീം ആക്ച്വലി. ഇറ്റ്സ് എ ലേഡി ഫീമെയിൽ സെൻട്രിക് നോവലാണ്. ഒരു ലേഡിയുടെ പോസിറ്റീവായിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട്സ്, അറ്റ് ദ സെയിം ടൈം സ്ത്രീകൾക്കുണ്ടാവുന്ന നെഗറ്റീവ് ആട്രിബ്യൂട്ട്സും ഒക്കെ ഒരു സമ്മിശ്രമായിട്ട് വരുന്ന ഒരു ഇതാണ്. അതിൻ്റെ കൂടെ തന്നെ സാമൂഹിക സാംസ്കാരിക ആയിട്ടുള്ള കുറേ ചിന്തകളും കുറേ അവലോകനങ്ങളും കുറേ വിമർശനങ്ങളും ഈ പുസ്തകത്തിലുണ്ട്. അപ്പോൾ നോവലിൽ അങ്ങനെ കുറേ ബോൾഡായിട്ട് ഞാൻ വിമർശിക്കുന്നുണ്ട്. സഭയെ, ചർച്ചിനെ വിമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അന്നത്തെ പല രീതികളെയും പലതും, പിന്നെ സ്ത്രീകൾക്കെതിരെയുള്ള അന്നത്തെ കുറേ റോങ് കസ്റ്റംസ്, അതെല്ലാം നമ്മൾ അതിൻ്റെ അകത്ത് കൊണ്ടുവന്നതിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് സ്നേഹക്കൂട് എന്നുള്ള ബുക്ക്. ഇപ്പോൾ സൺഡേ മാർക്കറ്റിലെ കള്ളൻ ഈസ് നോട്ട് ഇൻ കേരള സെറ്റിങ്സ്. It is in the settings of different places in the country and different themes. അതാണ് സാർ പറഞ്ഞ കാര്യം. ഈ കഥാസമാഹാരത്തിനകത്ത് വരുമ്പോഴേക്കും ആ കഥകളുടെ ലോകം, കഥകളുടെ പശ്ചാത്തലം എന്നുള്ളത് പലപ്പോഴും കേരളത്തിന് പുറത്താണ്. സാർ കേരളത്തിന് പുറത്ത് ജീവിച്ച, പക്ഷെ കേരളത്തിൽ ജോലി ചെയ്തിട്ടില്ലല്ലേ? കേരളത്തിൽ സാർ ജോലി ചെയ്തിട്ടില്ല. എല്ലാ സമയത്തും ജോലി ചെയ്യുന്നത് കേരളത്തിന് പുറത്താണ്, പഠിച്ചത് കേരളത്തിന് പുറത്താണ്. അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു കഥകളിൽ മിക്ക സമയത്തും കഥയുടെ പശ്ചാത്തലമായി വരുന്നത് ഏതെങ്കിലും ഈ നോർത്ത് ഇന്ത്യൻ നഗരങ്ങളൊക്കെയാണ്. പക്ഷെ നോവൽ അങ്ങനെയല്ല. പക്ഷെ എനിക്ക് ഒരു സമാനതയുള്ള കാര്യം എനിക്ക് തോന്നിയത്, സാർ നോവലിന് സ്നേഹക്കൂടെന്ന് പേരിട്ടിട്ടെങ്കിലും സ്നേഹത്തിനകത്ത് ഈ പോസിറ്റീവ്നെസ് ഉണ്ടെന്ന് പറയുണ്ടായിരുന്നു. നമുക്കറിയാം സ്നേഹത്തിൻ്റെ ഒരു പരിധി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്നേഹത്തിന് ഇൻബിൽറ്റാണ് ഈ പോസിറ്റീവ്നെസ്. പക്ഷേ ഈ നോവലിന് സ്നേഹക്കൂടെന്ന് പേരിടുന്നുണ്ട്. പക്ഷേ ആ നോവലിനകത്ത് ഈ എപ്പോഴും അടികൂടുന്ന, എല്ലാ സമയത്തും ജീവിതത്തിൻ്റെ തുടക്കം മുതൽ അല്ലെങ്കിൽ ദാമ്പത്യത്തിൻ്റെ തുടക്കം മുതൽ അതിന് അന്ത്യം വരെയും രൂക്ഷമായി കലഹിച്ച ദമ്പതികളെയാണ് ആ നോവലിനകത്ത് എനിക്ക് കാണാൻ പറ്റുന്നത്. സാറിൻ്റെ വേറെ നോവൽ, ഈ കഥ, ഈ മോചൻ എന്ന കഥയിൽ, സാക്ഷി എന്ന കഥയിലൊക്കെ ഈ ഡിവോഴ്സിലേക്ക് എത്തുന്ന ഭാര്യ ഭർത്താക്കന്മാരെ, ഡിവോഴ്സ് കേസിന് വേണ്ടി വക്കീലിനെ പോയി കാണുന്ന ഒരു ഭർത്താവിനെയൊക്കെ
ഇങ്ങനെ നിരന്തരമായിട്ട് ഈ പറയുന്ന കലഹങ്ങൾ, അല്ലെങ്കിൽ ദാമ്പത്യ കലഹം എന്ന് പറയാം, അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഫ്ലിക്റ്റ്, മനുഷ്യന്മാർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, സിസ്റ്റവുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് അല്ല, രണ്ട് മനുഷ്യന്മാർ, സിസ്റ്റവുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആണത്, രണ്ട് മനുഷ്യന്മാർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് നിരന്തരമായി ഒരു ഒബ്സഷൻ പോലെ എഴുത്തിൽ, കഥയിലാകട്ടെ നോവലാകട്ടെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ കോൺഫ്ലിക്റ്റ് വന്നുകൊണ്ടിരിക്കുന്നത്? എനിക്ക് തോന്നുന്നത് സ്റ്റാലിൻ, നമ്മുടെ ജീവിതം മിക്സ്ഡ് അല്ലേ? ഹാപ്പിനെസ്സും അൺഹാപ്പിനെസ്സും രണ്ടും ഉണ്ട്. അപ്പോൾ നമ്മളൊരു റോസാപുഷ്പം എടുത്തു കഴിഞ്ഞാൽ റോസാപുഷ്പത്തിൻ്റെ ആ ഒരു സൗന്ദര്യമുണ്ട്, അതിനോട് തന്നെ മുള്ളുമുണ്ട്, ഇല്ലേ? എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു റോസാപ്പൂവിനെ ഒരു ആർട്ടിസ്റ്റ് പെയിൻറ്റ് ചെയ്യുമ്പം ഒരിക്കലും മുള്ള് അങ്ങനെ സ്ട്രോങ് ആയിട്ട് കാണിക്കില്ല. അതിൻ്റെ ഒരു റോസാപ്പൂവിൻ്റെ ഒരു ഇച്ചിരി വാടി നിന്ന് അത് കാണിക്കില്ല, പെർഫെക്റ്റായിട്ട് കാണിക്കും. ബട്ട് ലൈഫ് ഈസ് നോട്ട് പെർഫെക്റ്റ്, അല്ലേ? അതൊരു സത്യമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളത് വായിക്കും, മനസ്സിലാകും, നമുക്കിനെ തോന്നും. വി വിൽ ഈസിലി കണക്ട് ടു ദ സ്റ്റോറീസ്. ഓരോ സ്റ്റോറിയും നമ്മൾ കണക്ട് ചെയ്യും. കാരണം ഇതാണ് ലൈഫ്, ദിസ് ഈസ് ലൈഫ്. ഇങ്ങനെയുള്ള ജീവിതത്തിൽ കൂടെ എങ്ങനെയാണ് ലൈഫ് ഒരു ഫുൾ സർക്കിൾ എത്തിച്ചേരുന്നത്? അതാണ് നമ്മൾ ഓരോ കഥയിലും അതുപോലെ തന്നെ നോവലിലും കാണുന്നത്. ഈ നോവലും കഥയും ഒരു പെസിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു ദുഃഖത്തിലേക്കല്ല ചെന്ന് ചേരുന്നത്, ഒരു പ്രത്യാശയിലേക്ക്, അവസാനം സന്തോഷത്തിലേക്കാണ് ചെന്ന് ചേരുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് എ വെരി പെസിമിസ്റ്റിക് ടൈപ്പ് ഓഫ് റൈറ്റിംഗ്, വെരി ഒപ്റ്റിമിസ്റ്റിക്. നമ്മൾ ജീവിതത്തെക്കുറിച്ച് സ്നേഹിക്കും. സോ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ദീസ് അൺഹാപ്പിനെസ്, all these suspicions, all these possessiveness, all these hard feelings എന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. സാർ വലിയ തിരക്കുള്ളൊരു ഒഫീഷ്യൽ ലൈഫുള്ള ഒരാളായിരിക്കും. ആ സമയം നമ്മൾ എങ്ങനെയാണ് ഈ സമയത്ത് എഴുതുവാനുള്ള ഒരു സമയം കണ്ടെത്തുകയും അതിലേക്ക് നമ്മൾ സമയം കണ്ടെത്തിയതിന് മാറ്റിവെക്കുന്നത്? എങ്ങനെയാണ് ഇത്രയും കൂടുതൽ എഴുതാൻ പറ്റുന്നത് ഈ സമയത്തിനകത്ത്, വലിയ തിരക്ക് പിടിച്ച ജീവിതത്തിനകത്ത്? എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നതിനകത്ത്? സ്റ്റാലിൻ, നമ്മൾ എഴുത്ത് ഒരു പാഷനായിട്ട് നമ്മൾ എടുത്താൽ, അതൊരു പ്രൊഫഷനല്ല, ഒരു പാഷനായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ രാത്രിയിൽ 2 മണിക്ക് പെട്ടെന്ന് ഉണരുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ട്വിസ്റ്റ് മനസ്സിൽ തോന്നും, ഒരു ഐഡിയ തോന്നും. ഇമ്മീഡിയറ്റ്ലി ടേക്ക് ദ മൊബൈൽ, ഗെറ്റ് ദ നോട്ട്സ്, റൈറ്റ് ഇറ്റ്. പലപ്പോഴും ചിലപ്പോൾ നമ്മൾ രാവിലെ നടക്കാൻ പോയി, ഈ മോർണിംഗ് വാക്കിന് പോകുമ്പോൾ, ചിലപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ, എപ്പോഴൊക്കെ ആയിരിക്കാം നമുക്ക് കൂടുതൽ ഐഡിയാസ് വരിക, നമ്മുടെ സ്റ്റോറിയുടെ ഒരു ഡെവലപ്മെൻറ്റ് വരിക. അപ്പോൾ കണ്ടിന്യൂസ്ലി ഇഫ് യു ആർ ഇൻ ടു സംതിങ്, അവിടെ ഒരു സ്പെസിഫിക് ടൈം ഇല്ല. ഞാൻ ഇന്ന് വൈകുന്നേരം ഡിന്നർ കഴിഞ്ഞിട്ട് 8 o'clock to 10 o'clock വരെ ഞാൻ എഴുതും. ഇറ്റ് വിൽ നോട്ട് ഹാപ്പൻ. അങ്ങനത്തെ സ്റ്റോറീസിനും നോവലിനൊന്നും ഒരു ലൈഫ് ഉണ്ടാവില്ല, ഇല്ലേ? അപ്പോൾ നമുക്ക് എപ്പോൾ തോന്നും, നമുക്കൊരു മനസ്സിൽ തോന്നും, ഐ നീഡ് ടു ആസ്ക് ദിസ് ക്യാരക്ടർ ടു സ്പീക്ക് ദിസ് വേ, ദിസ് ട്വിസ്റ്റ് ഈസ് പോസിബിൾ, ഇങ്ങനൊരു മാറ്റം ഇതിൽ കഥയിൽ വരണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പാഷൻ അപ്പോൾ നമ്മൾ സമയം ഒന്നും നോക്കില്ല, എപ്പോൾ വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഞാൻ ചിലപ്പോൾ വി ഷുഡ് യൂട്ടിലൈസ് അവർ ടൈം പ്രോപ്പർലി. ഞാൻ ചിലപ്പോൾ ഒരു ബാർബർ ഷോപ്പിൽ മുടിവെട്ടാൻ പോകുമ്പം എൻ്റെ ടേൺ 4ാമതാണെങ്കിലും എൻ്റെ മൊബൈൽ ഉണ്ടാവും. ആ സമയം, ആ 20 മിനിറ്റ് പോലും ഞാൻ സമയം കളയില്ല. ആ സമയത്തും ഐ വിൽ ബി ടൈപ്പിംഗ് സംതിങ് ഇൻ ദ മൊബൈൽ. സോ ഐ തിങ്ക് നമ്മൾ ഈ ടൈം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, സോ ഓഫ് കോഴ്സ് ഡിമാൻഡിങ് ജോബ് ആകുമ്പോൾ നമുക്ക് ഒത്തിരി വർക്ക് ഉണ്ടാവും. പക്ഷേ അതിൻ്റെ കിട്ടുന്ന സമയം, ഇടവേളകളിൽ വൈ നോട്ട് ബി ക്രിയേറ്റീവായിട്ട് എഴുതുക തീർച്ചയായിട്ടും. പിന്നെ നമുക്കൊരു പേരുദോഷം വരാൻ പാടില്ല. കാരണം നമ്മൾ ജോലി ചെയ്യുമ്പം നമ്മൾ പുസ്തകം എഴുതിക്കൊണ്ടിരുന്ന ആളുകൾ പറയും, ഈ ആൾക്ക് പുസ്തകം എഴുതാനേ സമയമുള്ളൂ, അവൻ ജോലി ചെയ്യുന്നില്ല. അതുകൊണ്ട് ജോലിയിൽ ഐ ഡോണ്ട് കോംപ്രമൈസ് അറ്റ് ഓൾ. ജോലിയുടെ സമയത്തിൽ ഐ വിൽ നോട്ട് ഡു എനിത്തിങ് എൽസ്. അത് ഒരു വഴിക്കങ്ങ് പോവും. ബാക്കി സമയം ഐ വിൽ ഡു ദിസ്. ആൻഡ് ഫോർ മീ പേഴ്സണലി റൈറ്റിംഗ് ഈസ് എ സ്ട്രെസ് ബസ്റ്റർ. ഒത്തിരി സ്ട്രെസ്സ് ഇല്ലാതിരിക്കും. പിന്നെ നമ്മൾ അനാവശ്യമായിട്ടുള്ള ഗോസിപ്പുകളൊന്നും പോകില്ല, അനാവശ്യമായിട്ടുള്ള ചിന്തകളും ഒന്നും ഉണ്ടാവില്ല. ആൻഡ് വി ഫോക്കസ് ഓൺ റൈറ്റിംഗ്. അതാണ് സ്റ്റാർട്ട്. നമ്മുടെ സെഷൻ ഏറെക്കുറെ അവസാനിക്കാറായിട്ടുണ്ട്. ചോദ്യങ്ങൾക്ക് വേണ്ടി അല്പസമയം മാറ്റിവെക്കണം. അതുകൊണ്ട് ചോദിക്കുന്നവർക്ക് സാറിനോടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സെഷനാണ്. ചോദിക്കാം. Hi, sir. Sir, I have a couple of questions. One of it is, you mentioned that writing as a passion. And then there are people like me who use writing as a means of processing various incidents in life and past and certain challenges or etc. And you mentioned that from moving from non-fiction to fiction,
I think when it comes to analyzing these things in the past and just processing life, sometimes I feel like you hit a creative saturation, and we tend to look at life like these incidents in a form of an article rather than to be able to sort of bring a creative element to it and sort of fictionize it. So how do we go about that in that process? Thank you so much. See, when you write a piece, it can be either for yourself or you can be for the audience, wider audience. So first we have to decide, ഞാൻ ആർക്ക് വേണ്ടി എഴുതുന്നത്? Whom I am writing. So ഞാൻ മിക്കവാറും ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഇപ്പോൾ നോവലാണെങ്കിൽ, സ്റ്റോറി ആണെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ നോൺ ഫിക്ഷൻ എഴുതുമ്പോഴും ഞാൻ എൻ്റെ റീഡറിനെ ഐ ആം സീയിങ് ദി അതർ സൈഡ്. മോണിറ്ററിൻ്റെ ആ സൈഡിൽ ഞാൻ സ്ക്രീനിൻ്റെ അതർ സൈഡ് ഞാൻ കാണുന്നുണ്ട്. അപ്പം ഇറ്റ് ഈസ് ലൈക്ക് എ കോൺവെർസേഷൻ. ഞാൻ പറയുന്നത് കോൺവെർസേഷൻ പോലെയാണ്. പിന്നെ ആസ് യു സെഡ്, ഏത് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നു, ഇറ്റ് നീഡ് നോട്ട് ബി എ ബുക്ക്. യു ക്യാൻ റൈറ്റ് എ വെരി ഗുഡ് പീസ് ഫോർ ലിങ്ക്ഡിൻ, ആസ് എ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇൻഫാക്ട് പുസ്തകത്തെക്കാളും നല്ലതാണ് നല്ലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടാക്കി ലാർജർ ഓഡിയൻസിലേക്ക് അത് പെട്ടെന്ന് പോകും. പലപ്പോഴും എനിക്ക് സംഭവിക്കാറുണ്ട് ഈ കുഴപ്പം. ഞാൻ എഴുതി കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹം നാളെ തന്നെ ഇത് പത്രത്തിൽ വരണമെന്നാണ്. നടക്കില്ലല്ലോ. ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യണമെങ്കിൽ 6 months to 8 months എടുക്കും പബ്ലിഷർ. മാനുസ്ക്രിപ്റ്റ് 3-4 തവണ നോക്കി റിവൈസ് ചെയ്ത് നമുക്ക് ഒത്തിരി പേഷ്യൻസ് വേണം. പക്ഷേ നമുക്ക് പെട്ടെന്ന് തോന്നിയൊരു പാഷൻ, ഐ വാണ്ട് ടു റൈറ്റ് സംതിങ്, ഐ വാണ്ട് ടു എക്സ്പ്രസ് സംതിങ്. യൂസ് സോഷ്യൽ മീഡിയ, ബട്ട് പ്ലീസ് ബി റെസ്പോൺസിബിൾ വെൻ യു റൈറ്റ്, സോ ദാറ്റ് ഫാക്ച്വലി ഷുഡ് ബി കറക്റ്റ്. So then only people will really follow us and people understand that they're credible ആയിട്ടുള്ള റൈറ്റർ ആണെന്നുള്ളത്. So it need not be a fiction in the form of a book, but we can write, we can express ourselves through different platforms, social media platforms. ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ Here. നമസ്കാരം സാർ. നേരത്തെ സ്നേഹക്കൂടിനെ പറ്റി പറയുമ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായി സ്ത്രീകൾക്ക് സഹജമായ നെഗറ്റിവിറ്റീസിനെ പറ്റി പറയുന്നുണ്ട്. സോ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, സ്ത്രീകൾക്ക് സഹജമായ നെഗറ്റിവിറ്റീസ് എന്നൊന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ്? സ്ത്രീകൾക്ക് സഹജമായ നെഗറ്റിവിറ്റീസ് ഉണ്ട്, പുരുഷന്മാർക്ക് സഹജമായ അതിനേക്കാളും കൂടുതൽ നെഗറ്റിവിറ്റീസ് ഉണ്ട്. രണ്ടുമുണ്ട്. അപ്പം എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരും പുസ്തകം വായിക്കില്ല. അപ്പോൾ സഹജമായിട്ട് എന്താ മോളെ ഉള്ളത്? വാട്ട് ഡു യു തിങ്ക്? ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല, അതുകൊണ്ടാണ് സാറിനോട് ചോദിച്ചത്. സാറല്ലേ ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. സോ ജനറ്റിക് ആയിട്ട് മെയിൽ ആൻഡ് ഫീമെയിൽസ് ഡിസ്പൊസിഷൻ ഡിഫറെൻ്റ് ആണ്. അത് നമ്മൾ വി ഹാവ് ടു അഡ്മിറ്റ് ദാറ്റ്. ഇപ്പം ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഓൺലി സ്ത്രീകൾക്ക് മാത്രം certain ടൈപ്പ് ഓഫ് അങ്ങനെ മെന്ന് certain ടൈപ്പ് ഇച്ചിരൂടെ ബെറ്ററാണ് എന്ന് ഞാൻ പറയുന്നില്ല. ഇറ്റ് ഈസ് ദെയർ ഫോർ ബോത്ത്. ബിക്കോസ് രണ്ട് ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസ്, രണ്ട് ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്, രണ്ട് ഡിഫറെൻറ്റ് ആറ്റിറ്റ്യൂഡ്സ് അങ്ങനെയുള്ള ആളുകളാണ് ഒന്നിക്കുന്നത്. ഇറ്റ് നീഡ് നോട്ട് ബി ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഇറ്റ് ക്യാൻ ബി ബോയ് ഫ്രണ്ട് ആൻഡ് ഗേൾ ഫ്രണ്ട്, ഇറ്റ് ക്യാൻ ബി ഈവൻ ബോയ് ഫ്രണ്ട് ആൻഡ് ബോയ് ഫ്രണ്ട്, അല്ലേ? ഏത് ഇതിലും ഉണ്ടാകാം. അപ്പോൾ ബേസിക്കലി ഇറ്റ് കുഡ് ബി ആൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഇഷ്യൂ. അപ്പോൾ അതിനെ വെച്ചിട്ട് നമ്മൾ സ്റ്റോറീസ് നമ്മൾ മാനേജ് ചെയ്യുക, അല്ലേ? ഇപ്പോൾ എവറിത്തിങ് ഈസ് സ്മൂത്ത് ആണെന്നുണ്ടെങ്കിൽ സ്റ്റോറി വിൽ നോട്ട് ബി അപ്പീലിംഗ്, അല്ലേ? ആർക്കും സ്റ്റോറി ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അതുകൊണ്ട് വി ഹാവ് ടു സ്പൈസ് ചെയ്യുക. സംടൈംസ് വിൽ ബി എക്സാജറേറ്റഡ് ലിറ്റിൽ ബിറ്റ്. നമ്മുടെ സെഷൻ അവസാനിച്ചിരിക്കുകയാണ്. ഈ സെഷനിൽ പങ്കെടുക്കുകയും കേൾക്കുകയും പ്രതികരിക്കുകയും ചെയ്ത എല്ലാവർക്കും നന്ദി. നമസ്കാരം. താങ്ക് യു സർ. സോ മച്ച്.